ഹലോ സാജിക്കാണ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലായിടത്തും വിശേഷങ്ങൾ? ഭയങ്കരമായിട്ട് ചൂടാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാണ്ടും ഭയങ്കര ചൂടാണ്. എല്ലാവരും വീട്ടിലും വെള്ളമൊക്കെ ഉണ്ടോ? പിന്നെന്താ, സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് ദിവസം മുമ്പത്തെ വീഡിയോ ഉണ്ടാ. ചൂട് കാരണമായാലും നമ്മൾ മൊത്തത്തിൽ ഇപ്പോൾ എല്ലാവരും അത്ര എല്ലാവരും ഹാപ്പി ഒന്നല്ല. ചൂടും കാര്യങ്ങളും, ക്ഷീണവും, ചൂടുകൂരും, അങ്ങനെ എല്ലാവർക്കും പിന്നെന്താ പറയാ, അപ്പം നമുക്ക് പുറത്ത് മാറ്റി പോവാനും എല്ലാവരും ഒരുവിധം എല്ലാവരും എന്താ വീട്ടിലിങ്ങനെ ഒതുങ്ങിക്കൂടെ. വെക്കേഷൻ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചൂട് കാരണം അധികം ഒന്നും പുറത്തേക്ക് പോണവരൊന്നും ഇല്ല കേട്ടോ. പോണവരുണ്ട്, എന്നെങ്കിൽ പോലും എല്ലാവരും വീട്ടിൽ തന്നെയാണ്, വല്ലാതെ പുറത്തു പോവാതെ. അപ്പൊ വീഡിയോയിലോട്ട് കിടക്കട്ടോ. പിന്നെ എന്താ വെച്ചാല് രാവിലെ തന്നെ എന്താ പറയാ, ഓട്ടടിയും കറിയും കേട്ടോ. ചായ കുടിക്കാന്ന് ഇങ്ങനെ വിചാരിച്ചാണ്ട് പിന്നെന്താ പണിയൊക്കെ കഴിയട്ടെ വിചാരിച്ചാണ്ട് പിന്നെ ആ ടൈമൊക്കെ പോയിട്ട് പിന്നെ അനിയനക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ പിന്നെ ചമ്മന്തി ഉണ്ടപ്പോൾ പിന്നെ ആ ചായടി മാറ്റി വെച്ചിട്ട് പിന്നെ വേഗം എന്താ ചോറാട്ട തിന്ന് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞൊരു അപ്പോൾ തന്നെ ഒരു 10-11 ആയിരുന്നു കേട്ടോ. പിന്നെ നാത്തൂന് വന്നപ്പോൾ ഓളെ വീട്ടിൽ നിന്ന് ഓളെ അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങളെ അങ്ങോട്ട് ഓള് ഇജ് അങ്ങനെയൊക്കെ പേരൊക്കെ വിളിക്കൂട്ടോ. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെന്താ, അപ്പോൾ നല്ല ആങ്ങളുടെ കുട്ടി മാങ്ങത്തി തെരി എന്ന് പറഞ്ഞപ്പോൾ നല്ല പൊടിയുള്ള മാങ്ങട്ടോ, പുളിയൊന്നും ഇല്ലാത്ത നല്ല രസമുള്ളൊരു മാങ്ങട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പും മുളകൊക്കെ കുഴച്ചിട്ട് എല്ലാവരും പാടപ്പോൾ കണ്ടപ്പോൾ പിന്നെ കുട്ടീസാളൊക്കെ ഫോണും വരെ കഴിഞ്ഞിട്ടാണ് വീട്ടിലത്തെ ഏട്ടത്തിയുള്ള മക്കളൊക്കെ. അപ്പോൾ എല്ലാവരും നീച്ച് നിന്നിട്ട് എല്ലാവരും വാങ്ങുന്നതാണ്. പിന്നെന്താ, തലേന്നത്തെ പായസം ഉണ്ട് ഫ്രിഡ്ജിലിട്ട്. അപ്പോൾ അത് പിറ്റേന്ന് ചൂടാക്കി തന്ന ഭയങ്കര രസമാണല്ലോ. അപ്പോൾ സൈഡിൽ കൂടെ അങ്ങനെ പായസം ചൂടാക്കിയത് കുടിക്കണം കേട്ടോ. പിന്നെ ഇനി മോക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു കുക്കർ വാങ്ങിച്ചിട്ട് അതിലിങ്ങനെ കഞ്ഞി വെക്കുന്ന കേട്ടോ. പക്ഷെ നമ്മൾ എത്ര വെള്ളം കുറച്ച് വെച്ചാലും തോന വെച്ചാലും എന്താ, വിസിലടിക്കുമ്പോൾ ആദ്യത്തെ വെള്ളം മുഴുവനും ഊതിപ്പോട്ടെ, പുറത്തേക്ക് ചിന്തി പോവാന്നൊക്കെ പറയില്ലേ. അപ്പം എന്താ പറയുക, അത് അങ്ങനെ പോവാതെക്കാൻ വല്ല ടെക്നിക്ക് ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞു തരണേ. പിന്നെന്താ, അങ്ങനെ പോകുമ്പോൾ അതിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ വേറെ കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ചിട്ടാണ് കൊടുക്കുക. അതുപോലെ തന്നെ തലേന്ന് കൊണ്ടുവന്ന മൈസൂർ പഴം ഉണ്ടായിരുന്നു കേട്ടോ. അതപ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ കറുപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അന്ന് തലേന്ന് എന്താ ഉണ്ടാക്കാൻ സമയം കിട്ടാതെ അപ്പോൾ ഫ്രിഡ്ജിക്ക് വെള്ളം വെച്ചിട്ട് പിറ്റേന്ന് നമ്മൾ ഈ ചൂടത്ത് എപ്പോഴും നോമ്പിന് ഒന്നാമത് ഇവിടെ അവലും വെള്ളം നോമ്പ് 30 ദിവസം ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ആ ഒരു അപ്പം അന്ന് കൊണ്ടുവന്ന അവലൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ആ സമയത്തൊക്കെ ഒരു 10-11 സമയത്തൊക്കെ അവലും വെള്ളമൊക്കെ കിട്ടി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവരും കുടിക്കും. അപ്പം അങ്ങനെ എന്നാൽ ആ കറുത്തപ്പഴമൊക്കെ കുത്തിയിട്ട് എല്ലാവർക്കും പാടെ അവലും വെള്ളമൊക്കെ ഉണ്ടാക്കി. നല്ല വെയിലുള്ള സമയത്തൊക്കെ നമുക്കൊക്കെ ഞാനൊക്കെ 3-4 ഗ്ലാസ്സൊക്കെ കുടിക്കും കേട്ടോ ഒലും വെള്ളം കേട്ടോ. അതുപോലെ തന്നെ ഒലും വെള്ളം പല വിധത്തിലുണ്ടാക്കും. നമ്മൾ തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ടാക്കും, പിന്നെന്താ പാൽ വെച്ചിട്ടുണ്ടാക്കും, പാക്കറ്റ് പാലില്ല അതിട്ടാ, പിന്നെന്താ അതുപോലെ ചീരുള്ളിയൊക്കെ അരിഞ്ഞിട്ട് അങ്ങനെ പല വിധത്തിൽ ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒലും വെള്ളത്തൊക്കെ നമ്മൾ ഈ തണുത്തള്ളം വെച്ചിട്ട് കുടിക്കുന്ന കേട്ടോ. എനിക്ക് ഭയങ്കര മറ്റേനെക്കാട്ട് എന്തോ ഇങ്ങനെ കുടിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ എന്താ ഉച്ചൻ്റെ ശേഷം എന്താ ഒരു ഏട്ടത്തിന്റെ വീട്ടിലേക്ക് പോവാം. അനിയത്തി ഏട്ടത്തിപ്പോൾ വേഗം വരി എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ ചെയ്തപ്പോൾ പിന്നെ വൈകുന്നേരം അങ്ങോട്ട് പോകുന്ന വിചാരിച്ചു, അല്ല ഉച്ച സമയത്ത് പോകുന്ന വിചാരിച്ചിട്ടാ. അങ്ങനെ എന്താ വൈകുന്നേരം നമുക്ക് 2:30 സമയമൊക്കെ കഴിക്കണം കേട്ടോ. പിന്നെ വേഗം ഇന്ന മോക്കൊക്കെ കഞ്ഞിയൊക്കെ കൊടുത്തു. പിന്നെന്താ ഡ്രസ്സ് കുളിയും കാര്യങ്ങളൊക്കെ ആ സമയം കൊണ്ടൊക്കെ കഴിച്ചെടുത്തിട്ട് പിന്നെ പോകാൻ നേരം വൈകിട്ടോ. 2-3 സമയത്താണ് പോണത് കേട്ടോ. അങ്ങനെ പിന്നെ ഉച്ചക്ക് ചോറ് നിന്നിട്ടില്ല. നല്ല ബീഫ് വരട്ടിയതും ചോറൊക്കെ ഇങ്ങനെ തിന്നാണ് മനസ്സിലിങ്ങനെ വിചാരിച്ചു. പിന്നെ വലിയ വിശപ്പില്ല, അവലും വെള്ളം കുടിച്ചിട്ടും 10 ചോറൊക്കെ തിന്നതുകൊണ്ട് പിന്നെ അതിങ്ങനെ വലിയൊരു ആഗ്രഹം. അപ്പൊ ഇങ്ങോട്ടിപ്പോ വരാൻ കാരണം എന്താ വെച്ചാല് അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല കേട്ടോ. പെരുന്നാൾക്ക് വല്ലാതെ പുറത്തൊന്നും എങ്ങോട്ടും പോയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഏട്ടത്തികളൊക്കെ ഈ ലീവിലാണ്, പെരുന്നാളിന്റെ ആ ഒരു സീസണിലെ ലീവിലല്ല നമ്മളിവിടെ വന്നപ്പോ പിന്നെ അങ്ങനെ പുറത്ത് പോകുന്ന ആദ്യം ഒന്ന് വിചാരിച്ചിന് കേട്ടോ. അതിൻ്റെ ഇടയിൽ എന്താ അനിയത്തിന്റെ മോളെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ വന്നപ്പോൾ പിന്നെ ഏട്ടത്തിയും മോനും രാവിലെ പല്ലാശുപത്രി ചെമ്മാട് പോയിട്ടോ. അപ്പൊ അവര് വൈകുന്നേരം വരെ സമയമാകുമ്പോൾ വരുള്ളൂ എന്ന് അറിയുകയും ചെയ്യാം. അങ്ങനെ പിന്നെ എല്ലാവരും പാടെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഓലയും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കും. പിന്നെ കാര്യമായിട്ട് മെയിനായിട്ട് ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. പെരുന്നാൾക്ക് ഏതായാലും മാറ്റിയിട്ട് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി പിന്നെ മടി തന്നെ, ഇനി ഫോട്ടോസ് എടുത്തരാണ് കാര്യമായിട്ട് ഒരാളില്ല കേട്ടോ, അതാണ് സത്യം. അപ്പം ഇങ്ങോട്ട് വന്നാൽ ഇങ്ങോട്ട് വരുമ്പോൾ എന്തായാലും ഫോട്ടോസ് എടുക്കണം എന്നുണ്ടെങ്കിട്ടാ. പിന്നെ ഇഫ്രക്കുട്ടീൻ്റെ ബർത്ത്ഡേക്ക് പ്രമാണിച്ച് ഓക്കും കുറച്ച് ഫോട്ടോസ് എടുക്കണം. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ എടുക്കുന്ന ആളാണ് ഹോസ്പിറ്റലിൽ പോയി പല്ലാശുപത്രിക്ക് പോയിക്കണം കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ ഓരോ കാത്തിന് ശേഷം പിന്നെ ഒരു വരാൻ തന്നെ നേരെ വൈകിന് കേട്ടോ. ഓല് രാവിലെ പോയതാണല്ലോ. അങ്ങനെ പിന്നെ എല്ലാവരും വന്ന് തൈയിൽ കുറേ വർത്താനൊക്കെ പറഞ്ഞു തന്നു. പോയ വിശേഷം പല്ലറച്ച വിശേഷങ്ങളും കുറേ വർത്താനം പറഞ്ഞ ശേഷം പിന്നെ വെള്ളമൊക്കെ കുടിച്ച് പിന്നെന്താ പറയാൻ മറന്നല്ലോ. അതിൻ്റെ ശേഷം ഞങ്ങളെല്ലാവരും മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ മുറ്റത്ത് തന്നെ എന്താ പറയാ നല്ലൊരു മാങ്ങമരം ഉണ്ട് കേട്ടോ. ചെറുതിട്ട് പക്ഷെ വലിയ മാങ്ങ കേട്ടാ. പക്ഷെ ഞങ്ങള് എന്താ പറയാ ഫ്രിഡ്ജിലുണ്ടേന് കേട്ടോ മുറിച്ച് വെച്ചിട്ടാ. പക്ഷെ അതിലേ രസം നമ്മള് ഫ്രഷ് ആയിട്ട് എടുക്കണല്ലോ. അപ്പൊ നല്ല പഴുത്തും ചെയ്തിനല്ല ഇനി പിന്നെ എടുത്തില്ലെങ്കിൽ കിളി എത്തിപ്പോണ്ടാവും ചെയ്യട്ടോ. അങ്ങനെ പിന്നെ അതിങ്ങനെ എടുക്കാന്നുള്ള പ്ലാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്
അങ്ങനെ ഒരു 5-5:30 ആവാനായി കേട്ടോ. പിന്നെ ഇരുട്ട് വെക്കണീന് മുന്നേ തന്നെ കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാ. പിന്നെ എന്താ പറയാ, എല്ലാവരും കൂടി അകത്തൊക്കെ കയറിയിട്ട് പിന്നെ ഇഫ്രക്കുട്ടിക്കാണെങ്കിൽ കേക്ക് കണ്ടപ്പോൾ ഭയങ്കര കുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ, അങ്ങനെ ആഗ്രഹിച്ചിട്ടല്ല. നമ്മളെ ഈ കുട്ടികളൊക്കെ ഒരുപാട് റീൽസും കാര്യങ്ങളും യൂട്യൂബിലൊക്കെ കാണാം. അപ്പോൾ അവർക്ക് ഇങ്ങനെ അമ്മച്ചേൻ്റെ ബർത്ത്ഡേക്കൊക്കെ കേക്ക് മുറിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള കുട്ടികളാണല്ലോ. അപ്പോൾ നമ്മൾ പറയും ആയിക്കോട്ടെ വാങ്ങി തരാമല്ലോ. അപ്പോൾ ഒക്കെ കേക്ക് കണ്ടപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ അതിൻ്റെ ഇടയിൽ കേക്ക് വാങ്ങിക്കാനൊക്കെ റോഡുമൊക്കെ പോയിട്ടോ. അങ്ങനെ കേക്ക് പോക്ക് എല്ലാവരും മുന്നിലിരുന്ന് ഓളങ്ങ് നോക്കുമ്പോൾ ഭയങ്കര കുറവുണ്ട്. ഫോട്ടോ എടുക്കാനൊന്നും ശരിക്കും നിന്നിരുന്നില്ല. അങ്ങനെ പിന്നെ എല്ലാവരും പടം കൂടിയിട്ട് എന്താ പറയുക, ഓളെ കൊണ്ട് കേക്കൊക്കെ കട്ട് ചെയ്യിപ്പിച്ച് അങ്ങനെ ഇഫ്രക്കുട്ടിക്ക് എന്താ 5 വയസ്സാട്ടോ പൂർത്തിയായത്. മാഷാല്ലാ, എന്താ പറയാ, കേക്ക് കട്ടിങ് അങ്ങനെ ആഘോഷം അങ്ങനെയല്ല കേട്ടോ. കുട്ടികളെ സന്തോഷത്തിൽ പിന്നെ നമുക്ക് കേക്ക് കഴിക്കും ചെയ്യില്ല. നമ്മളിങ്ങനെ പുറത്ത് പോയിട്ടപ്പോഴും കേക്കൊന്നും കട്ട് ചെയ്യില്ല. ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടുമ്പോഴല്ലേ കേക്കൊക്കെ കഴിക്കുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ കേക്ക് നല്ല അടിപൊളി കേക്ക് കഴിഞ്ഞിട്ടാ. പക്ഷെ എൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. നല്ല എന്താ പറയാ നെക്സും കാര്യങ്ങളൊക്കെ ഉള്ള കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഉച്ചക്ക് ഓർഡർ ചെയ്തിട്ട് ഈവനിങ് ആയപ്പോൾ ഇതിന് കിട്ടിയതാണ്. അപ്പോൾ ഒന്ന് സെറ്റായി വരണുള്ളൂ. അതായത് എന്താ പറയാ, നമുക്ക് ഓർഡർ ചെയ്ത് അപ്പം തന്നെ തലേന്നേ ഓർഡർ ചെയ്യുമ്പോഴല്ല അവർ നേരത്തെ ഉണ്ടാക്കിക്കുള്ളൂ. അപ്പോൾ ഒന്ന് മെൽറ്റായി ഒന്ന് എന്താ പറയാ അടിപൊളി ആവാണ്ടതിന്. പക്ഷെ അപ്പം പെട്ടെന്ന് കഴിച്ച് മുറിച്ചപ്പോൾ തന്നെ ഭയങ്കര മധുരം ഓവർ കഴിഞ്ഞിട്ടാ. പക്ഷെ പിറ്റേന്നൊക്കെ ഞങ്ങൾ കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, അടിപൊളി കേക്കുണ്ട്. അപ്പൊ നമുക്ക് പിറ്റേന്ന് നമുക്ക് എന്താ തിന്നിട്ട് തികയാത്ത മാതിരി. അങ്ങനെ എല്ലാവരും എന്താ കേക്കൊക്കെ പ്ലേറ്റിലാക്കിയിട്ട് എല്ലാവരും ഇങ്ങനെ നിലത്ത് മേലടുക്കളിൽ താഴെയൊക്കെ ഇരുന്നിട്ട് എല്ലാവരും കഴിക്കാട്ടോ. അപ്പൊ അതിന്റെ ഇടയിൽ ഇനമോൾ ഇതെന്താ സാധിച്ചിട്ട് ഓള് വരല്ലോ കുഞ്ഞിക്കൈ കൊണ്ട് ഇങ്ങനെ എന്താ തൊട്ടൊക്കെ നോക്കണം കണ്ടിട്ടാ. ഷോക്ക് പറ്റണമെന്നില്ല കേട്ടാ വെച്ചെടുത്തിട്ട് ഓള് തിന്നണമെന്നില്ല. പിന്നെ എന്താ പറയാ വെച്ചാല് അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ശേഷമാണല്ലേ ഏട്ടത്തി എന്താ പറയുക പച്ചരി വെള്ളത്തിലിട്ട് ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ഇട്ടച്ചതുണ്ടായിട്ടോ. അപ്പൊ വേഗം കഴുത്തപ്പൊക്കെ ഉണ്ടാക്കി പിന്നെ ഞങ്ങള് ചായ എടുക്കാൻ വേണ്ടി നിൽക്കിനി. അങ്ങനെ കേക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും എന്തോ പ്ലേറ്റൊക്കെ മോറി വെച്ചിട്ട് നേരെ ചായ എടുക്കുന്ന ടേബിളിനോട് കിച്ചണിൽ എന്താ പറയുക വർത്താനം പറഞ്ഞിരിക്കാനിട്ടാ. പക്ഷെ എനിക്ക് കൽത്തപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഭയങ്കര ഇഷ്ടപ്പെട്ട അപ്പങ്ങളിൽ ഭയങ്കര ഇഷ്ടമാണ് കൽത്തപ്പം. അപ്പൊ ധാന്യത്തിക്കും ഏട്ടത്തിക്കും അത്ര വലിയ ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് വലിയ മൈൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ 1-2 പീസൊക്കെ എടുത്തിട്ട് ഞാൻ തിന്നാണ്. പിന്നെ ചായ ചൂടുണ്ട്, അപ്പൊ ചൂടാറാൻ വേണ്ടി പിന്നെ നേരെ വലിയ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് എന്താ പറയാ മാങ്ങ എടുക്കാൻ പോയിട്ട് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ രസമുണ്ട്. നമ്മൾ എടുത്ത ഫോട്ടോസിലോ ഏതെങ്കിലും ഒന്നൊക്കെ നന്നായാലും നമുക്ക് ഭയങ്കര സന്തോഷമുണ്ടല്ലോ. 10 ഏതെങ്കിലും ഒന്ന് നന്നായാൽ മതി, നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഇത് കണ്ടിട്ട് പെരുന്നാക്കത്തെ ഔട്ട്ഫിറ്റ് ഇട്ടാ സ്കേർട്ട് ഇടാൻ വേണ്ടിയിട്ട് കുറെ കാലമായി പൂതിയൊക്കെ ഉണ്ട്. അപ്പൊ ആ പൂതി അങ്ങോട്ട് തീർത്ത് പിന്നെ ഒരു വൈറ്റ് ഷർട്ടാണ് എടുത്തത് കേട്ടോ. അതുപോലെ ജീനിക്കൊക്കെ പേരെ ഈ ആച്ചിട്ട് ഞാൻ എടുത്തതാണ്. അങ്ങനെ ഇപ്പൊ സ്കേർട്ടൊക്കെ ഞാൻ ഇന്ന് ചെയ്തിട്ടാട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പേഴ്സണലി. ഞാനിപ്പോ ഈ ഷർട്ട് എന്താ ജീനിക്കൊക്കെ ഇട്ടോക്കിട്ടോ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ സ്കേർട്ട് ഒരുപാട് കാലം ഇടുമെന്നൊന്നും അറിയില്ല കേട്ടോ. പൂതി ഉണ്ടാവുമ്പോൾ നമ്മളാണ്ട് എടുക്കുക തന്നെ. പിന്നെ ചുരിദാർ മുകളിലുള്ളതോട് പിന്നെ ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ വലിയതിനൊക്കെ ഇൻഷാല്ല ചുരിദാറാക്കണം. പിന്നെ സ്കേർട്ട് ആയാലും നമുക്ക് താഴെ ആയാലും മുകളിലായിട്ടും കുറേ കസിൻസുകളും അനിയത്തിയും ഏട്ടത്തിന്റെ മക്കളൊക്കെ ഉണ്ട്. അപ്പൊ ആരെങ്കിലൊക്കെ ഒന്ന് എന്താ കോച്ചി കൊണ്ടുപോകും. അത് എടുത്താലും നമുക്കും തരണട്ടാന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മളിങ്ങനെ ഡ്രസ്സൊക്കെ എക്സ്ചേഞ്ച് ഒക്കെ ഇത് ഇട്ടിട്ടുണ്ടാവരാട്ടെ. ഭയങ്കര രസമാണ്. അപ്പൊ ഞാനിങ്ങനെ അതിലൂടെ ഇതിലൂടെയൊക്കെ കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ തന്നെ ഇത് അടുക്കളയിലൊക്കെ മാങ്ങ ചെത്തി പകുതി എത്തിനട്ടാ. നമ്മൾ ഇങ്ങനത്തെ മാങ്ങ നമ്മൾ വീട്ടിലുണ്ടായാലും അത് പീടിയെന്നൊക്കെ വാങ്ങിച്ചാലും പീടിയെന്ന് വാങ്ങിച്ച അനുഭവം വലിയ മധുരമൊന്നും ഉണ്ടാവില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ആ മധുരം ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാനൊരു പീസ് എടുത്ത് കഴിച്ചിട്ട്. നല്ല മധുരം ഉണ്ട്, നല്ല പൊടിയുള്ള മാങ്ങ എന്നൊക്കെ പറയും. നല്ല രസമായിരുന്നു. ഫ്രിഡ്ജിൽ ഞങ്ങൾ അപ്പം മരത്തിൽ നിന്ന് എടുത്താട്ടോ. നല്ല രസമാണ്. അപ്പം ഞാൻ 2-3 കഷ്ണപ്പാട് എടുത്തിട്ട് കോച്ചി കൊണ്ടുപോയി തിന്നിട്ടോ. അത് ഇപ്പം മുളക് ഇട്ടിട്ട് തിന്നാനാണ് പ്ലാൻ. അപ്പോൾ ഇതിന് മുളക് ഉപ്പൊക്കെ ഇട്ടുകാണ്ട് സിറ്റൗട്ടൊക്കെ തീനട്ടോ. കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ളൂ പാത്രം കുട്ടികൾക്ക് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാവരും ഓരോരുത്തരും ഇങ്ങനെ അതിലൂടെ എന്തെങ്കിലും നടക്കുമ്പോൾ ഓരോ പീസുകളും ഇങ്ങനെ എടുത്തോണ്ടിരിക്കേണ്ട തിന്നോണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഞാൻ ഇനമോൾക്ക് ഉറക്കം വന്നിട്ട് ഭയങ്കര കുറുമ്പല്ല അങ്ങനെ പിന്നെ ഓള് എന്താ പറയാ ഫീഡ് ചെയ്തിട്ട് വല്ല അടുക്കളയിലുള്ള ബെഞ്ചുമത്താൻ ഞാൻ ഓളൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഓൾക്ക് ഇങ്ങനെ കാവലിക്കണ്ട് ബെഞ്ചിന്ന് ഓൾ ഇങ്ങനെ കമയുന്ന ചിലപ്പോൾ താഴേക്കും. അപ്പൊ ഞാൻ അതിന്റെ അടുത്ത് ഇങ്ങനെ നടക്കട്ടെ. മുറ്റത്തപ്പോൾ ഏട്ടത്തി സ്കൂട്ടി ഇങ്ങനെ ഓട്ടി പഠിപ്പിക്കുന്നുണ്ട് ഏട്ടത്തിന്റെ മോനിട്ടാ. അങ്ങനെ ബാങ്ക് കൊടുക്കാനായി രാത്രിയൊക്കെ ഇങ്ങനെ പോവാൻ വിചാരിച്ചവരട്ടെ. വിരുന്ന് നിൽക്കണില്ല എന്ന് വിചാരിച്ചവരാണ്. അങ്ങനെ ഏട്ടത്തിലും പറഞ്ഞ ഏതായാലും അവിടെ തന്നെ അങ്ങനെ വിചാരിച്ചു പോകണം എന്നൊക്കെ ഞങ്ങളവിടെ വിരുന്ന് പാർക്കലുണ്ട് കേട്ടോ. വേറെ കാര്യം. പിന്നെ ഏട്ടത്തിക്കും ഒലുക്കും ഫാമിലിയിൽ വേറെ കല്യാണം ഉണ്ടായിട്ടാ. രാത്രി കല്യാണേന്. അപ്പോൾ അതിന് പോയി. അപ്പൊ ഞാനും ഏട്ടത്തി അനിയത്തിയും പാടെ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ സിറ്റൗട്ടിൽ അവിടെ ഇവിടെയൊക്കെ. അതിന്റെ ഇടയിൽ ഞാൻ ഇനമോക്ക് ഏട്ടത്തി കഞ്ഞിയൊക്കെ മുക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ കൽത്തപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞല്ലോ. അപ്പൊ അതെപ്പോഴും അടുക്കളയിൽ ഉണ്ടായിട്ട്. അപ്പൊ ഞാൻ അതിൽ ജസ്റ്റ്
ഫസ്റ്റ് പോകും, പിന്നെ കൽത്തപ്പേറ്റ് വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാവും. അങ്ങനെ പകുതിയൊക്കെ ഞാൻ തന്നെ തിന്നീർത്തു. അങ്ങനെ ബർത്ത്ഡേക്ക് എന്താ ഏട്ടത്തി എന്താ ഇഫ്രക്കുട്ടിക്ക് വാങ്ങിച്ചത് പാന്റും ഷർട്ടും ഉണ്ടായിരുന്നു. പാന്റ് ചെറുതായപ്പോൾ മാറ്റിക്കാൻ വേണ്ടിയിട്ട് പൂമോൻ അങ്ങാടിക്ക് പോയിന് കേട്ടോ. പിന്നെ എന്താ പറയാ വെച്ചാൽ ഇഫ്രക്കുട്ടി പിന്നെ ഓളപ്പാന്റെ വീട്ടിൽ പോയിട്ട് കേക്ക് കട്ട് ചെയ്യും. അവിടെ കുട്ടീസും കാര്യങ്ങളും കേക്കൊക്കെ റെഡിയാണ്. അപ്പോൾ അങ്ങോട്ട് പോയി അനിയത്തി പോയിട്ടില്ല കേട്ടാ. പിന്നെ ഓള് പോവാഞ്ഞ് എന്താ പ്രഗ്നന്റ് ആയതുകൊണ്ട് പിന്നെ രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടല്ലോ വെച്ചിട്ടാണ് പോവാഞ്ഞ്. പിന്നെന്താ എല്ലാവരും ഒരു ഹോസ്പിറ്റൽക്കാരൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇന്ന് വീട്ടിൽ ചോറുണ്ടാക്കി വെച്ചിട്ട് കൂട്ടാനൊക്കെ കുറച്ച് കമ്മിയുണ്ട്. അപ്പൊ ഞങ്ങൾ എന്താ പൊറോട്ട എന്തെങ്കിലും വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് പിന്നെ പൊറോട്ടയും മുട്ട റോസ്റ്റും എന്താ അത് അതിന്റെ പണിക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ അങ്ങനെ മുട്ട റോസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഞങ്ങളെല്ലാവരും അപ്പോൾ അടുക്കളയിൽ വർത്താനം പറഞ്ഞ് അങ്ങനെ അടുക്കള പണി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കുറച്ച് ഒരുപാട് തായരയിലൊക്കെ പോയിരുന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ ഞങ്ങൾ ചായ എടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയൊക്കെ വന്നിട്ടായപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ഇതിൻ്റെ മോളെ എണീച്ചു ഉറക്കി അങ്ങനെ കേട്ടോ. പിന്നെ എന്താ പറയുക വെച്ചാൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ അതിൻ്റെ പിറ്റേന്നത്തെ മോർണിംഗ് വ്ളോഗ് തൊട്ടിട്ട് ഈവനിങ് വരെ നല്ല ഡേ മൈ ലൈഫ് പോലെ ഞാൻ വെറുതെ രസമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ശേഷം ഞാൻ അപ്ലോഡ് ആക്കണാവും. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തുടർന്നുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ എന്താ പറയുക എല്ലാവരും പാട് ഒരുമിച്ചിരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് അതിന് ശേഷമായിട്ട് പിന്നെ കല്യാണത്തിന് പോയവരൊക്കെ തിരിച്ചു വന്നത്. പിന്നെന്താ ഇൻഷാല്ല അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ ഇൻഷാല്ല വീണ്ടും കാണാം. അപ്പോൾ ബൈ.